വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 16 തിരുവചനങ്ങൾ 12 മുതൽ 20 വരെ. വിശുദ്ധ മർക്കോസ് 16:12 മുതൽ. അനന്തരം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ മറ്റൊരു രൂപത്തിൽ യേശു അവർക്ക് പ്രത്യക്ഷനായി. അവർ പോയി മറ്റുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഒടുവിൽ അവർ 11 പേരും ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ് തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതിനാൽ അവരുടെ വിശ്വാസക്കുറവിനെയും ഹൃദയകാഠിന്യത്തെയും അവൻ ശാസിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും സഞ്ചരിച്ച് സകലരോടും എൻ്റെ സുവിശേഷം അറിയിക്കുക. വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താകും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മരണകരമായ വിഷം കുടിച്ചാലും അവർക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു ഇങ്ങനെ അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് കരേറി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ശിഷ്യന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ച് കർത്താവ് അവരോട് പ്രവർത്തിക്കുകയും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനം ഉറപ്പിക്കുകയും ചെയ്തു പോന്നു. സ്വർഗാരോഹണ പെരുന്നാളിന് സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഇന്നേ വായിച്ച് അടുത്ത വ്യാഴാഴ്ച നടക്കേണ്ട സ്വർഗാരോഹണ പെരുന്നാളിനെ നമ്മൾ ഒരുങ്ങുകയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. ഈ എമ്മോസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കാര്യം ഒറ്റ വാചകത്തിൽ മർക്കോസ് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മളറിയാതെ നമ്മളോട് നടക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കുവാൻ ഈ വിശുദ്ധ കുർബാന അനുഭവതകട്ടെ എന്ന് ആശംസിക്കുന്നു. ആ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ അതിഥിയായി വിളിക്കപ്പെട്ടതായ യേശുവിനെ കൊടുത്ത ആഹാരപാനീയങ്ങളെ കർത്താവ് തന്നെ ശരീരരക്തങ്ങളാക്കി അവരുടെ കണ്ണു തുറക്കാൻ ഉപയോഗിച്ചു. സ്വർഗാരോഹണം പെരുന്നാളിന് മുമ്പ് നമ്മുടെ കണ്ണ് തുറക്കാൻ വേണ്ടി കർത്താവ് ഇതാ ഇവിടെയും നമ്മുടെ കണ്ണ് മറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തുറന്ന കണ്ണുകൊണ്ട് നോക്കിയിട്ടൊന്നും കാണാനില്ലെങ്കിലും കർത്താവ് ആത്മാവിൽ നമ്മുടെ ഇവിടെ അദൃശ്യമായി നമ്മുടെ കണ്ണ് മറച്ചുകൊണ്ട് ഇവിടെയുണ്ട്. ഈ ത്രോണോസിൽ ഇപ്പോൾ നമ്മൾ ശോശപ്പാ കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീരവും രക്തവും ആ യേശുവിനെ കുറിക്കുകയാണ്. ഇപ്പം മൂടിയിരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ആ മൂടിൽ മാറിയിട്ട് നമുക്ക് അവനെ നേരിട്ട് കാണാനും ആസ്വദിക്കാനും സാധിക്കും. നമ്മുടെ ഹൃദയകാഠിന്യവും നമ്മുടെ അവിശ്വാസവും മാറുവാൻ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ കഴിയുന്നിടത്തോളം നമ്മൾ മൗനമായിട്ട് മാറിയിരിക്കാൻ പോവുക. നാളെ ഇവിടെ വിശുദ്ധ കുർബാനയില്ല. നമ്മൾ ഈ ഇതുവരെയും കേട്ട വചനം മുഴുവൻ ധ്യാനിച്ചുകൊണ്ട് കൂടെയുള്ള ആളിനെ തിരിച്ചറിയാൻ കണ്ണു തുറക്കാൻ വേണ്ടി വീട്ടുകാര്യങ്ങളെല്ലാം ഒതുക്കി ക്രമീകരിച്ചിട്ട് പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കേണ്ട ദിവസമാണ് നാളെ. അതുകൊണ്ട് ഇവിടെ കുർബാനയില്ല. നമ്മുടെ ഹൃദയവും നമ്മുടെ വീടും കർത്താവിനെ കാത്തിരിക്കുന്ന സ്ഥലമാക്കി മാറ്റാൻ വേണ്ടി ഇന്നത്തെ ആരാധനയും ഇന്നത്തെ കുർബാനയും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഹൃദയകാഠിന്യത്തിനും അവിശ്വാസത്തിനും നമ്മളെ ശാസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ആരോഹണ പെരുന്നാളിനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി നാളെ മൗനമായി നമ്മൾ ദൈവസന്നിധിയിൽ മാറിയിരിക്കുമ്പോൾ ഏതെല്ലാം വചനമാണ് മാംസം ധരിക്കേണ്ടത്? 46-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടു. കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ മൗനമായി മാറിയിരിക്കണം. മിണ്ടാതെ മൗനമായി മാറിയിരിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ദൈവസാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 46-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ട് വീട്ടുകാര്യങ്ങളെല്ലാം ഒതുക്കി ക്രമീകരിച്ച് എത്രയും കൂടുതൽ സമയം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യം ഓർക്കുന്നു. എന്നിട്ട് ബുധനാഴ്ച 9 മുതൽ 12 വരെയുള്ളതായ സ്വർഗാരോഹണത്തിന് വേണ്ടി പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കധ്യാനത്തിൻ്റെ സമാപനം കുറിച്ചിട്ട് വേണം വ്യാഴാഴ്ച നമ്മൾ ആരാധനയ്ക്ക് വരാൻ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മളുടെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ എല്ലാ വിചാരങ്ങളും അടക്കി ഒതുക്കി നിശ്ചലമായ ജലം പോലെ നമ്മുടെ ഹൃദയത്തിൽ ആലോചനകളാകുന്ന വെള്ളം ശാന്തമായി ഒരു കണ്ണാടി പോലെ ആയിത്തീരുന്നൊരവസ്ഥയുണ്ട്. ഉച്ചയ്ക്ക് കിണറ്റിൽ പോയി നോക്കാമെങ്കിൽ സൂര്യനെ ആ കിണറ്റിനകത്ത് കാണാൻ സാധിക്കും. കിണറ്റിലെ വെള്ളം അനക്കമില്ലാതെ നിശ്ചലമായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരു കണ്ണാടിയുടെ, ഒരു ദർപ്പണത്തിൻ്റെ, ഒരു മിററിൻ്റെ വേല ചെയ്യും. നമ്മുടെ ഹൃദയം ആലോചനകളെല്ലാം നിശ്ചലമായി കണ്ണാടി പോലെ ആകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ, നമ്മുടെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന ദൈവത്തെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇനിയുള്ള ശേഷിക്കുന്ന സമയത്തിനാണെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനോട് സമാഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യജമാന